ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകണം നോക്കിയോളാം മാത്സ് ബേസിക്സ് ഫോർ ഫിസിക്സ് അല്ലേ. എന്താണ് മാത്സ് ബേസിക്സ് ഫോർ ഫിസിക്സ്? ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എന്താണ് നീറ്റ് എക്സാം എഴുതാൻ പോണവർ അല്ലെങ്കിൽ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അല്ലേ. അപ്പം നിങ്ങൾ ഈ പ്രിപ്പയർ ചെയ്യുമ്പം ഏതൊക്കെ സബ്ജക്റ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള? ഫിസിക്സ് ഉണ്ട്, ഓക്കെ, കെമിസ്ട്രി ഉണ്ട്, അതേപോലെ തന്നെ ബയോളജി ഉണ്ട്, ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഈ 3 സബ്ജക്റ്റാണ് ഉള്ളത്. അപ്പം മാത്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഉണ്ടോ? ഇതിനകത്ത് പഠിക്കാനുണ്ടോ? ഇല്ല. പക്ഷെ എന്നാൽ മാത്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ആവശ്യം നിങ്ങൾക്കുണ്ടോ? ഉണ്ട്. മാത്സ് നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാത്സിനെ കുറിച്ച് നല്ലൊരു നോളജ് തന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടതാണ്. ഓക്കെ, കഴിഞ്ഞ ദിവസം ഒരു എൻട്രൻസിൻ്റെ ക്ലാസ് എടുക്കാൻ പോയപ്പം അവിടെയുള്ള എല്ലാ കുട്ടികൾക്കും എന്താ ഇക്വേഷൻസ് ഒക്കെ അറിയാം, പക്ഷെ എന്താണ് അവർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫൈനൽ ആൻസറിലേക്ക് എത്താനേ പറ്റുന്നില്ല. ഓക്കെ, ആ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കാൻ പോണത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് കാണുന്ന പോലെ മാത്സ് ബേസിക്സ് ഫോർ ഫിസിക്സ്, മാത്സിൻ്റെ ബേസിക്സ് മാത്രമാണ് നമ്മൾ പറയാൻ പോണത്. അല്ലെങ്കിൽ ഫിസിക്സ് ചെയ്യുമ്പം നമുക്ക് ആവശ്യമായിട്ട് വരുന്ന മാത്സിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ, പഠിക്കാൻ പോണത്. ഒരുപാട് കാട് കയറി മാത്സിലേക്ക് നമ്മൾ പോകുന്നേ ഇല്ല. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് നമുക്ക് ഈ മാത്സിൽ ഏറ്റവും മിനിമം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിക്കോ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ: എക്സ്പോണൻസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, ഡെസിമൽസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ഫ്രാക്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ട്രിഗ്നോമെട്രി എന്താണെന്ന് അറിഞ്ഞിരിക്കണം, പിന്നെന്താ ലോഗറിതം അറിഞ്ഞിരിക്കണം, ഡിഫറൻസിയേഷൻ അറിഞ്ഞിരിക്കണം, ഇൻ്റഗ്രേഷൻ അറിഞ്ഞിരിക്കണം, അതേപോലെ യൂണിറ്റ് കൺവേർട്ട് ചെയ്യാൻ, അതായത് എങ്ങനെ 1 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എത്ര ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാന്ന് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരോ യൂണിറ്റ്സ് ഇല്ലേ, ആ യൂണിറ്റ് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നു, അതേപോലെ തന്നെ ഇതോടൊപ്പം തന്നെ മാത്സ് എങ്ങനെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ കിടക്കാം അല്ലേ. എടാ, ഇതിലെല്ലാം നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോണില്ല. ഓക്കെ, നമ്മളെന്താണ് ഇതൊരു സീരീസ് ആയിട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് എക്സ്പോണൻസിനെ പറ്റിയിട്ടാണ്. എന്താണ് എക്സ്പോണൻസ്, അല്ലെങ്കിൽ എക്സ്പോണൻസിൻ്റെ കാൽക്കുലേഷൻസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കിയാലോ, എന്നാൽ ഒട്ടും തന്നെ ടൈം കളയണ്ട. നോക്കിക്കോ, അപ്പോൾ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം എന്താണ് എക്സ്പോണൻസ് എന്ന് അറിഞ്ഞിരിക്കണം. ഒന്നുമില്ലടാ, ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ മുകളിൽ ഒരു നമ്പർ ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? എക്സ്പോണൻസ്. മനസ്സിലാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു ബേസിൻ്റെ അല്ലെങ്കിൽ ഒരു ബേസ് നമ്പറിൻ്റെ മുകളിൽ ഒരു പവർ ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്താടാ? എക്സ്പോണൻറ്റ്. മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ലല്ലോ. ഇതാ ജനറലി പറയുകയാണെങ്കിൽ ഒരു a⁻m ഫോർമാറ്റിൽ വരുന്ന സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? എക്സ്പോണൻസ് എന്ന് വിളിക്കാം അല്ലേ. ഇനി നമ്മൾ ഏറ്റവും മിനിമം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റൂളുകളുണ്ട്. എക്സ്പോണൻസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, അല്ലെങ്കിൽ 2 എക്സ്പോണൻസിൻ്റെ ബേസ് സെയിം ആയിട്ട് അവർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പോണൻസിൻ്റെ റൂളുകളിലേക്കും അതേപോലെ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് ഇതിനെ പറ്റിയിട്ട്, ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ പഠിക്കാം. നോക്കിക്കോ, അപ്പം ഫസ്റ്റത്തെ പോയിന്റ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോ. ഇഫ് പവേഴ്സ് ഓഫ് എനി നോൺ സീറോ നമ്പർ ഈസ് 0 then the result is 1. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിനെ നമ്മൾ ബേസ് എന്ന് വിളിക്കും, ഈ എ എന്ന് പറഞ്ഞ് കാണുന്ന സാധനമില്ലേ, ഇതിനെ നമ്മൾ ബേസ് എന്ന് വിളിക്കും. ഈ മുകളിൽ കാണുന്ന എം ഇല്ലേ, അതിന് നമ്മൾ പവർ എന്ന് വിളിക്കും. ഏതുപോലെ ഇതാ 2⁻3 നേരത്തെ എഴുതിയില്ലേ, ഇതിൽ 2 അതിൻ്റെ ബേസ് ആണ്, 3 അതിൻ്റെ പവറാണ്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്ക്. ഇഫ് ദ പവർ ഓഫ് എനി നോൺ സീറോ നമ്പർ ഇസ് 0 then the result is 1. അതായത് ഏതെങ്കിലും ഒരു നോൺ സീറോ ആയിരിക്കുന്ന നമ്പറിൻ്റെ പവർ 0 ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട് 1 ആയിരിക്കും കിട്ടുകയാണ്. നിങ്ങൾ ഈ ഇംഗ്ലീഷ് ഡയലോഗിനൊന്നും നിങ്ങൾ പ്രാധാന്യം കൊടുക്കണ്ട. ഞാൻ പറയുന്ന കാര്യം നോക്കിക്കോ. ഏതെങ്കിലും ഒരു നോൺ സീറോ നമ്പറിൻ്റെ പവർ 0 ആയിട്ട് വരികയാണെങ്കിൽ അത് നമുക്ക് 1 എന്നായിരിക്കും കിട്ടുക. അത് നമുക്ക് എന്താണ് കിട്ടുക? 1 എന്നാണ് കിട്ടുക. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ഞാനൊരു കാര്യം നോക്കട്ടെ. 3⁻0 എത്രയാണ് കിട്ടുക? 3⁻0 എത്ര ആയിരിക്കും? അത് 1 തന്നെയായിരിക്കും. ഒരു കാര്യം ചോദിച്ചു നോക്കാം. 10⁻0 എത്ര കിട്ടുക? 1 ആയിരിക്കും. സംശയമൊന്നുമില്ലല്ലോ. ഇതാ 100⁻0 എന്താ കിട്ടുക? അതും 1 ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു നോൺ സീറോ നമ്പറിൻ്റെ പവറായിട്ട് 0 വരികയാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്താൽ കിട്ടുന്നത് എന്താണ്? 1. ഇത്ര മാത്രമാണ് ആദ്യത്തെ പോയിന്റ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സിമ്പിൾ അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അറിയുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും, പക്ഷെ അറിയാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ അതിനനുസരിച്ച് നമുക്ക് ലെവൽ കൂട്ടിയാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. നോക്കിക്കോ, അപ്പോൾ ഇതാ അടുത്തത് ജസ്റ്റ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്താ അവിടെ അറിഞ്ഞു വെക്കുക. നോക്കിക്കോ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ ⁻0 വരികയാണെങ്കിൽ ആ വാല്യൂ നമുക്ക് 1 ആണ് കിട്ടുക അല്ലേ. അങ്ങനെയാണെങ്കിൽ 2⁻0 എന്താടാ? 1. കുഴപ്പമില്ല. 3⁻0 എന്ത് തന്നെയാണ്? 1 തന്നെയാണ് വരിക. 4⁻0 എന്ത് തന്നെയാണ് കിട്ടുക? 1 തന്നെയാണ് കിട്ടുക അല്ലേ. അപ്പോൾ ഇനി നോക്കിക്കോടാ, 2⁻1 എന്താണ്? 2⁻1 എന്ന് പറഞ്ഞാൽ 2. ഏതെങ്കിലും ഒരു നമ്പർ ⁻1 വരികയാണെങ്കിൽ അതേ നമ്പർ തന്നെയായിരിക്കും കിട്ടുക. നോക്കിക്കോ, 2⁻1 എന്താണ്? 2. 3⁻1 എന്താണ്? ഇതാ 3 തന്നെ അല്ലേ. 4⁻1 എന്താണ്? 4 തന്നെ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അല്ലേ, കുഴപ്പമില്ല. നോക്കിക്കോ, 2⁻2 എന്താ? 2⁻2 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, 2നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 2നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 2 അല്ലേ. 2 × 2 എത്ര കിട്ടുക?
4. സംശയമില്ലല്ലോ. അപ്പോൾ 2^2 അല്ലെങ്കിൽ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? 4 ആണ് കിട്ടുക. ഓക്കെ, ഇനി ഇതോ 2^3 വന്നല്ലേ, 2^3 എന്ന് വെച്ചാൽ എന്താടാ? 2നെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 2നെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ എത്ര കിട്ടുക? 2 × 2 × 2 അല്ലേ കിട്ടുക? 2 × 2 4, 4 × 2 എത്ര? 8. കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. ഈ 2^4 എന്ന് പറഞ്ഞാൽ എന്താ? 2നെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2 × 2 × 2 ഇതാ എത്ര കിട്ടും? 2 × 2 × 2 × 2 ഇതാ ഇത്രയും ഭാഗം 8 ആയി. അതിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടി? 16 കിട്ടി. ഈ 2^5 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ഇപ്പം കിട്ടിയ 2^4 ഇല്ല, അതിൻ്റെ കൂടെ ഒരു 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഇതാ 16 × 2 എത്രയാടാ വരിക? 6 × 2 എന്ന് പറഞ്ഞാൽ 32 ആണ് വരിക അല്ലേ. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു സാധനങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ നിന്നോട്ടെ. ഇത്രയും ഒരു സാധനങ്ങൾ നിങ്ങൾ മനസ്സിൽ തന്നെ നിന്നോട്ടെ. എപ്പോഴും ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. ഇനി ഇതാണ് നോക്കിക്കോ, ഇവിടെ നോക്ക്. 3^01 കുഴപ്പമില്ല. 3^1 എന്ന് പറഞ്ഞാൽ 3 പ്രശ്നമില്ലല്ലോ. ഈ 3^2 അല്ലെങ്കിൽ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 3നെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുക. 3നെ 2 തവണ മൾട്ടിപ്ലൈ എത്ര കിട്ടുക? 3 × 3 കിട്ടുക. അത് എത്രയാ? 9 ആണ്. സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഈ 3^3 എത്ര വരിക? 3നെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. 3 × 3 × 3 അതായത് 3 3s are 9 ആണ്. 9 3s are 27 ആണ്. 3^4 അതേപോലെ എത്രയായി? 81 വന്ന്. 3^5 അതേപോലെ തന്നെ എത്ര വന്ന്? 243 വന്ന്. ഇത്രയും സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ബൈ ഹാർട്ട് വെക്കുക. അല്ല വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ഇതായിക്കോ. 4^01 ആണ്. 4^1 4 ആണ്. 4^2 അല്ലെങ്കിൽ 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 ആണ്. 4³ 64 ആണ്. 4^4 256 ആണ്. 4^5 1024 ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ കുറേ കാൽക്കുലേഷൻസിലൊക്കെ കടക്കും. ഓക്കെ, എടാ ഇനി ഇതൊന്ന് തിരിച്ച് പറയാനും പറ്റണം. നോക്കിക്കോ, 3ൻ്റെ സ്ക്വയർ 9 അല്ലേ. 3 സ്ക്വയർ 9 ആണ്. അങ്ങനെയാണ് 9ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയായിരിക്കും? 9ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ, നോക്കിക്കോ, 3³ 27 ആണ്. അങ്ങനെയാണ് 27ൻ്റെ ക്യൂബ് റൂട്ട് എത്രയായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ, ഓർത്ത് വെച്ചൂടെ. ഇനി അതേപോലെ നോക്കിക്കോ, 4ൻ്റെ സ്ക്വയർ 16 ആണ്. 4ൻ്റെ സ്ക്വയർ 16 അല്ലേ. അങ്ങനെയാണ് 16ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയായിരിക്കും? അത് 4 ആയിരിക്കും. കുഴപ്പമില്ലല്ലോ. 4ൻ്റെ ക്യൂബ് 64 ആണ്. അങ്ങനെയാണെങ്കിൽ 64ൻ്റെ ക്യൂബ് റൂട്ട് എന്തായിരിക്കും? 4 ആയിരിക്കും. ഈ കാര്യം നിങ്ങൾക്ക് ഇവിടെ ഓർത്ത് വെച്ചൂടെ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്ത് വെക്കുക. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി നമുക്കിതാ ഓരോരോ റൂൾസിലേക്കായിട്ട് കിടക്കാം. ഓക്കെ, തുടങ്ങല്ല. എന്നാൽ നോക്കിക്കോ, ആദ്യത്തെ പ്രോപ്പർട്ടി നോക്കിക്കോ, നെഗറ്റീവ് പ്രോപ്പർട്ടി ഓഫ് എക്സ്പൊണന്റിന് നെഗറ്റീവ് പ്രോപ്പർട്ടി. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാലൊന്നും മനസ്സിലാവില്ല. എക്സാമ്പിളിലൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കോ, ഒന്നുമില്ലടാ. നോക്കിക്കോ, a⁻m എന്ന് പറഞ്ഞിട്ട് ഒരു സാധനത്തിന് എനിക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ അതിനെ എനിക്ക് നോക്കിക്കോ ഡിനോമിനേറ്റർ പാർട്ടിലേക്ക് എടുക്കുകയാണെങ്കിൽ 1/a⁻m എന്ന് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല, എക്സാമ്പിൾ തരുമ്പോൾ മനസ്സിലാവും കേട്ടോ. നോക്കിക്കോ, അത് എന്താ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 സ്ക്വയർ എന്നുള്ള ആളെ 1/10⁻² എന്ന് എഴുതാൻ പറ്റും. മനസ്സിലായോ? അതായത് ഇയാളെ നേരെ എനിക്ക് ഡിനോമിനേറ്റർ സൈഡിലേക്ക് എഴുതുകയാണെങ്കിൽ ഇതിൻ്റെ റേസ് ടു പവർ വരുന്നില്ലേ, അതിനൊരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങളെ ഭാഷയിൽ നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇതേപോലെ തന്നെ നോക്കിക്കോ, 10⁻²നെ വേണമെങ്കിൽ എനിക്കപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? 1/ ഈ മൈനസ് മാറ്റിയിട്ട് ഈ സൈന് മാറ്റുക, ഈ പവറിൻ്റെ സൈൻ അങ്ങോട്ട് മാറ്റി എഴുതാൻ പറ്റും. 1/10⁻² എന്ന് എഴുതാൻ പറ്റും. മനസ്സിലായോ? ഐഡിയ മനസ്സിലായില്ലേ? ഇത്ര ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി ആ സാധനം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നോക്കിക്കോ, a⁻m എനിക്ക് 1/a⁻m എന്ന് എഴുതാം, പ്രശ്നമില്ലല്ലോ. അതേപോലെ തന്നെ a⁻m എനിക്ക് 1/a⁻m എന്ന് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇപ്പോൾ അത് എവിടെ അപ്ലൈ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 12/6 × 10⁻³ ഇതെത്രയാ? ഇതെങ്ങനെ നിങ്ങൾ ചെയ്യുക? ഒന്നുമില്ല. ഈ 10⁻³ ഇപ്പോൾ ഡിനോമിനേറ്ററിൽ കാണുന്നില്ലേ, അതിനെ വേണമെങ്കിൽ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെയാണ് ഈ മൈനസ് അങ്ങോട്ട് മാറ്റിയിട്ടാൽ പോരെ. ഇതാ ഏതുപോലെടാ 10⁻³ ഇതാ 10⁻³ ഒക്കെ ഡിനോമിനേറ്റർ ഇല്ലെങ്കിൽ അതിനെ ന്യൂമറേറ്റർ സൈഡിലേക്ക് എഴുതുമ്പോൾ ആ മൈനസ് ഒഴിവാക്കിയിട്ട് എഴുതാം. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 12 × 10⁻³ മുകളിലേക്ക് പോയി, അങ്ങനെയാണെങ്കിൽ 10⁻³ ആയി അല്ലേ. ഡിവൈഡ് ബൈ ഒരു 6. ഇതിപ്പോൾ ആൻസർ എത്ര കിട്ടി? 2 × 10⁻³ അല്ലെങ്കിൽ 2000 എന്ന് കിട്ടി. മനസ്സിലായില്ലേ? ഇത് എവിടെയാണ് യൂസ് ചെയ്യാന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അതേപോലെ തന്നെ നോക്കിക്കോ, 126 × 10⁻³ എത്രയാ? ഇത് വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ഈ 10⁻³ ന്യൂമറേറ്ററിലുള്ള അതിനെ എനിക്ക് ഡിനോമിനേറ്റർ പാർട്ടിലേക്ക് വേണമെങ്കിൽ എഴുതാം. അങ്ങനെയാണ് ഈ മൈനസ് അങ്ങോട്ട് ഒഴിവാക്കിയാൽ പോരെ. അങ്ങനെയാണ് 126 ബൈ നോക്കിക്കോ, 10⁻³ ഈ സൈഡിൽ ഉണ്ടായിരുന്നത് ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ 10⁻³ ആ മൈനസ് അങ്ങോട്ട് മാറി. അങ്ങനെയാണ് ഇതെന്ത് കിട്ടിയടാ? 126/1000 അല്ലേ ഇത്? 126/1000 അല്ലേ? അതായത് ഒരു 3 ഡെസിമൽ പ്ലേസ് ബാക്കോട്ട് നീക്കുക. അതായത് 0.126 എന്ന് കിട്ടും. ഐഡിയ മനസ്സിലായില്ലേ? ഇത് എവിടെയാണ് യൂസ് ചെയ്യാന്ന് മനസ്സിലായില്ലേ? ഇനി ഇതേപോലെ ഇതാ നോക്കിക്കോ, 36/2 × 10⁻². ഇത് എത്ര കിട്ടുക? ഇതിൻ്റെ ആൻസർ എത്ര കിട്ടുക?
സിമ്പിൾ ആണ്. ഇത് ഡിനോമിനേറ്ററിലാണ് 10⁻² ഉള്ളത്. ന്യൂമറേറ്റർ സൈഡിലേക്ക് പോകുമ്പോൾ ഈ മൈനസ് അങ്ങോട്ട് മാറി കിട്ടും. അങ്ങനെയാണെങ്കിൽ 36 ഇൻറ്റു 10⁻² മുകളിലേക്ക് പോയി എന്താ വരിക 10⁻² ഡിവൈഡഡ് ബൈ നോക്കി ഇവിടെ ഒരു 2 ഉണ്ടല്ലേ. ഇത് നോക്കിയാ 36/2 അല്ലേ. നോക്കിക്കോ ഇത് കട്ട് ചെയ്ത് പോയാൽ എത്ര വരും? ഇവിടെ 18 വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ 18 ഇൻറ്റു 10⁻². അത് എത്രയാണ് വരിക? 18. 10⁻² അല്ലേ, 2 0 ഇട്ട് കൊടുക്കാം. മനസ്സിലായോ? ഇത്ര മാത്രമേ ഉള്ളൂ സംഭവം. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ് അല്ലേ. ഇനി ഇതാ അടുത്തത് ഇപ്പം നമ്മൾ നെഗറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് മനസ്സിലായി അല്ലേ. നെഗറ്റീവ് പ്രോപ്പർട്ടി ഓഫ് എക്സ്പോണന്റ്. ഈ ഹെഡിങ് ഒന്നും നിങ്ങൾ മനസ്സിലാക്കണ്ട, നിങ്ങൾ ഈ സോൾവ് ചെയ്യാനുള്ള ഒരു ഐഡിയ മാത്രം ഉണ്ടാക്കിയാൽ മതി. ഓക്കെ അല്ലേ. ഇതാ അടുത്ത് നമുക്ക് നോക്കാം. പ്രോഡക്റ്റ് ഓഫ് എക്സ്പോണന്റ്. ഹെഡിങ്ങിൽ വലിയ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു, അത് വീണ്ടും കൊടുക്കേണ്ട. ഈ ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കാം. നോക്കിക്കോടാ, 2 എക്സ്പോണന്റിന്റെയും ബേസ് പാർട്ട് സെയിം ആണ് അല്ലേ, രണ്ടും എ ആണ് അല്ലേ. നോക്കി, ഒന്നിന്റെ പവർ m ആണ്, മറ്റേതിന്റെ പവർ n ആണ്. അങ്ങനെയാണെങ്കിൽ a⁻m ഇൻറ്റു a⁻n വേണേൽ എനിക്ക് എങ്ങനെ എഴുതാം? a⁻m+n എന്ന് എഴുതാം. ഏതുപോലെ നോക്കിക്കോ, 10⁻² ഇൻറ്റു 10⁻³ എത്രയായിരിക്കും നിങ്ങൾ പറ. ഈ ഒരു ഐഡിയ പോലെ നിങ്ങൾ പറഞ്ഞേ. 10⁻³ ഇൻറ്റു 10⁻² ഇൻറ്റു 10⁻³ എത്ര വരിക? ഒന്നുമില്ലടാ, 10⁻². ബേസ് രണ്ടും സെയിം അല്ലേ. ഓക്കെ, പവേഴ്സ് ഒന്ന് 2 ഒന്ന് 3 ആണ്. അത് ഡയറക്റ്റ് അവിടെ ആഡ് ചെയ്ത് എഴുതുന്നു. അപ്പം 10⁻² + 3 എത്ര വരിക? 10⁻5. കുഴപ്പമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് അടുത്ത് നോക്കിക്കോ, 10⁻4 ഇൻറ്റു 10⁻² എന്താ പറയുക -2. ഇത് എത്ര കിട്ടുക? ഇത് എത്രയാ? ഒന്നുമില്ല, രണ്ടിൻ്റെ ബേസ് സെയിം ആ. ഒന്നിൻ്റെ പവർ 4 ആണ്, ഒന്നിൻ്റെ പവർ -2. രണ്ടും ആഡ് ചെയ്ത് അങ്ങ് എഴുതിയാൽ മതി. എത്ര വരിക? 10⁻4 പ്ലസ് ഇവിടെ ഒരു -2 ആയിപ്പോയി, ഒന്നുമില്ല. അപ്പം എന്താ കിട്ടുക? 10⁻² എത്ര വരുടാ? 10⁻4 - 2 എത്ര? 2. മനസ്സിലായില്ലേ? ഐഡിയ മനസ്സിലായില്ലേ? ഡിവിഷൻ ഓഫ് എക്സ്പോണൻസ് ഒന്നുമില്ല. നമുക്ക് a⁻m/a⁻n ഫോർമാറ്റിലാണ് വരുന്നതെങ്കിൽ a⁻m-n എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഏതുപോലെ? ഇപ്പോൾ 10⁻3/10⁻2 ആണ് വരുന്നത്. എന്താ ചെയ്യുക? 10⁻3 നോക്കിക്കോ, 10⁻3/10⁻2 ആണ് വരുന്നതെങ്കിൽ 10 അതേപോലെ തന്നെ എഴുതാം. എന്നിട്ട് റേസ് ടു നോക്കിക്കോ, മുകളിലുള്ള ആൾ മൈനസ് താഴെയുള്ള ആളുടെ പവർ. ഓക്കെ, ഇത് എത്ര വരിക? 10⁻1 അല്ലെങ്കിൽ 10 എന്ന് കിട്ടും. ഐഡിയ മനസ്സിലായില്ലേ? ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇത് അടുത്ത് നോക്കാം. 10⁻4/10⁻2. ഇതെന്താ ചെയ്യുക? ഒന്നുമില്ല, a⁻m/a⁻n. എമ്മിൻ്റെ സ്ഥാനത്ത് 4 ആളുള്ളത്, എന്നിൻ്റെ സ്ഥാനത്ത് -2 ആളുള്ളത്. അങ്ങനെയാണെങ്കിൽ a⁻m-n. എമ്മിൻ്റെ സ്ഥാനത്ത് എന്താ വന്നേ? 4. എന്നിൻ്റെ സ്ഥാനത്ത് എന്താ വന്നേ? -2. അപ്പോൾ m - n. എന്നിൻ്റെ സ്ഥാനത്ത് -2 അല്ലേ. ഓക്കെ, 2 മൈനസ് വന്നത് പ്ലസ് ചെയ്യണം അല്ലേ. അങ്ങനെയാണെങ്കിൽ 10⁻4 + 2 എത്ര വരിക? 10⁻6. മനസ്സിലായില്ലേ? ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് 2⁻2/2⁻1. ഇത് എത്രയാടാ വരിക? a⁻m/a⁻n ഫോർമാറ്റിലായി. എമ്മിൻ്റെ സ്ഥാനത്ത് 3 ആണ്, എന്നിൻ്റെ സ്ഥാനത്ത് -1 ആണ്. അങ്ങനെയാണെങ്കിൽ a⁻m - n വാല്യൂ എന്താ? -1 അല്ലേ. സോൾവ് എത്ര കിട്ടുക? 2⁻3 -1. അപ്പോൾ 3 + 1 ഉണ്ട്. 2 -1 അത് പ്ലസ് ആവട്ടോ. അങ്ങനെയാണെങ്കിൽ 3 + 1 എത്ര വരികടാ? 2⁻4. ഐഡിയ മനസ്സിലായില്ലേ? അപ്പോൾ ഡിവിഷൻ ഇങ്ങനെയാണ് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയാണ് ചെയ്യുക, നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ഇത് അടുത്ത് നോക്കിക്കോ, പവർ ഓഫ് എ പവർ. അതായത് നോക്കിക്കോ, ഒരു പവർ ഓൾറെഡി വരുന്നുണ്ട്. നോക്കിക്കോ, a⁻m വന്ന്, ഇനി ഇതിന് ഹോൾ റേസ് എന്തോ സംഭവം വരിക. ഇതിനാണ് നമ്മൾ പവർ ഓഫ് എ പവർ എന്നൊക്കെ വിളിക്കുക. a⁻m⁻n എന്ന് എനിക്ക് വേണമെങ്കിൽ a⁻m എന്ന് എഴുതാം. ഏതുപോലെടാ? നോക്കിക്കോ, 10⁻2⁻3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പം നോക്കിക്കോ, a⁻m⁻n ഫോർമാറ്റിലായില്ലേ. അങ്ങനെയാണെങ്കിൽ a⁻m × n. നോക്കൂ, 2 × 3 എത്ര? 6. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നോക്കിക്കോ 10⁻2 10⁻2⁻3 ഇത് വന്നാൽ എന്താ ചെയ്യുക? ഒന്നുമില്ല. ഇവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് -2 ആണ്, എന്നിൻ്റെ സ്ഥാനത്ത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ സ്ഥാനത്ത് 10 തന്നെയല്ലേ. ഓക്കെ, 10⁻2 - 3 അല്ലേ. -2 × 3 എത്ര? -6. ഐഡിയ മനസ്സിലായോ? വേറൊരു പ്രശ്നമില്ല. ഓക്കെ, 2⁻2 1/2 വന്നു. ഇതെന്താ ചെയ്യുക? 2⁻2 1/2 ഒന്നുമില്ലടാ. 2 എമ്മിൻ്റെ സ്ഥാനത്ത് 2 ആണ്, എന്നിൻ്റെ സ്ഥാനത്ത് 1/2 ആണ്. m × n അല്ലേ. 2⁻2 × 1/2 എത്ര വരിക? 2⁻1 വരിക. അല്ലെങ്കിൽ 2⁻1 എനിക്ക് 2 എന്ന് എഴുതാം. മനസ്സിലായോ? ഇതാ വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കോ, 2⁻3 എന്ന് വെച്ചാൽ എന്താ? a⁻m⁻n ഫോർമാറ്റിലായി. എമ്മിൻ്റെ സ്ഥാനത്ത് 3 വന്നു, എന്നിൻ്റെ സ്ഥാനത്ത് 1/2 വന്നു. അങ്ങനെയാണെങ്കിൽ a⁻m × n 2⁻3/2. മനസ്സിലായില്ലേ? ഓക്കെ, 2⁻3/2 വേണമെങ്കിൽ അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. 2³ ⁻1/2 എന്ന് എഴുതാൻ പറ്റും. പ്രശ്നമൊന്നുമില്ലല്ലോ. ക്ലിയർ അല്ലേ?
ഓക്കെ, ഇത്ര മാത്രമേ ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ഇതാ വേണമെങ്കിൽ ഇത് ഒരു എക്സാമ്പിളും കൂടെ എടുത്തോ. 4 എന്താ പറയുക 4 3 1/2 ഇതാ a⁻m⁴n ഫോർമാറ്റിലായില്ലേ. അങ്ങനെയാണെങ്കിൽ a⁻mn അല്ലേ, a⁻mn എൻ്റെ സ്ഥാനത്ത് ഇവിടെ 4 വന്ന്, അങ്ങനെയാണെങ്കിൽ 4 3 × 1/2 3/2. ഓക്കെ അല്ലേ, ഇങ്ങനെ വന്ന്. അപ്പോൾ നമ്മൾ നോക്കാൻ പോണത് എന്താ, ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ 4 3/2 അല്ലെങ്കിൽ 2 3/2 ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്താ കിട്ടുക, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വേഗം തന്നെ നോക്കാം. നോക്കിക്കോ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ മുകളിൽ ഒരു ഫ്രാക്ഷൻ വന്നാൽ നമ്മളത് എങ്ങനെ സോൾവ് ചെയ്യും. ഓക്കെ, അതല്ല നോക്കണ്ടേ. നോക്കിക്കോ, ഫ്രാക്ഷണൽ എക്സ്പോണൻറ്റ്. എന്താണ് ഫ്രാക്ഷണൽ എക്സ്പോണൻറ്റ് നോക്കാം. ഒന്നുമില്ലടാ, ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ റേസ് ടു ഒരു ഫ്രാക്ഷൻ വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഫ്രാക്ഷണൽ എക്സ്പോണൻറ്റ്. നോക്കിക്കോ, ഇപ്പോൾ x⁻²/3 എന്നൊരു നമ്പർ വരികയാണെങ്കിൽ എനിക്ക് അതിനെ എങ്ങനെ എഴുതാം, x²⁻⁻³ എഴുതാം. നമ്മൾ നേരത്തെ ഇപ്പോൾ ചെയ്തില്ലേ, 4⁻²/3 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതായിരുന്നു, 4² എഴുതായിരുന്നു. അതേപോലെ തന്നെ നോക്കിക്കോ, ഇനി x⁻³ എന്ന് വന്ന് ഏതുപോലെ തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത പോലെ x⁻³ എന്ന് വന്ന്, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം. നോക്കിക്കോ 4⁻³ നമ്മൾ എങ്ങനെ എഴുതിയേ, 4⁻³ അല്ലേ. ഈ ന്യൂമറേറ്റർ പാർട്ടിനെ നമ്മൾ 4ൻ്റെ മുകളിലേ എഴുതി, അതേപോലെ തന്നെ ഈ ഡിനോമിനേറ്റർ പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്തു, ⁻² എന്നുള്ള രീതിക്ക് എഴുതി അല്ലേ. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നോക്കിക്കോ. ഇതിനിപ്പം എങ്ങനെ എനിക്ക് ഒന്നും കൂടെ വൃത്തിക്ക് എഴുതാൻ പറ്റും, എക്സിൻ്റെ സ്ക്വയർ എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുക. ക്യൂബ് റൂട്ട് എടുക്കാൻ നമുക്കറിയാം. അതായത് ഇപ്പം 4³ 64 ആണെങ്കിൽ 64ൻ്റെ ക്യൂബ് റൂട്ടാണ് എന്ത്, ഈ 4. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്യൂബ് റൂട്ടൊക്കെ നമുക്ക് അറിയാം ഏകദേശം അല്ലേ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നോക്കിക്കോ. അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ എഴുതാം അല്ലേ, x⁻²/3 വേണം എങ്ങനെ എഴുതാം, x⁻², അതേപോലെ തന്നെ അതിനെ ക്യൂബ് റൂട്ട് എടുക്കുക. ഡിനോമിനേറ്റർ 3 ആണെങ്കിൽ അതിനെ ക്യൂബ് റൂട്ട് എടുക്കുക, ഡിനോമിനേറ്റർ 2 ആണെങ്കിൽ അതിനെ സ്ക്വയർ റൂട്ട് എടുക്കുക. ഓക്കെ, നോക്കിക്കോ, ന്യൂമറേറ്റർ 2 ആണെങ്കിൽ അതിനെ സ്ക്വയർ ചെയ്യുക, ന്യൂമറേറ്റർ 3 ആണെങ്കിൽ അതിനെ ക്യൂബ് ചെയ്യാം. ഓക്കെ, ആ ഒരു ഐഡിയ ഉണ്ടായാൽ മാത്രം മതി. ഓക്കെ, ഇനി നോക്കിക്കോ, x⁻³ അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റൂടാ, എക്സിൻ്റെ ഈ ന്യൂമറേറ്റർ പാർട്ട് എന്താ 3, അപ്പോൾ എക്സിനെ ക്യൂബ് ചെയ്യണം. ഓക്കെ, എന്താ ഡിനോമിനേറ്റർ പാർട്ട് 2 ആണ്, അതായത് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. ഇങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത സ്ലൈഡിൽ കിടക്കാം. നോക്കിക്കോടാ, 8⁻²/3 അങ്ങനെയാണ് എങ്ങനെ ചെയ്യാൻ പറ്റും. 8⁻²/3 നമ്മൾ നേരത്തെ പഠിച്ചെന്താ, ആദ്യം 8ൻ്റെ സ്ക്വയർ എടുക്കുക, പിന്നെ അതിനെ ക്യൂബ് റൂട്ട് എടുക്കുക. ഓക്കെ, ഇനി അല്ലെങ്കിൽ വേറെ രീതിക്ക് ചെയ്യാം, 8ൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുക, പിന്നെ അതിനെ സ്ക്വയർ ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടം. അതായത് 8നെ ആദ്യം വേണമെങ്കിൽ സ്ക്വയർ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കാം, അല്ലെങ്കിൽ 8ൻ്റെ ആദ്യം ക്യൂബ് റൂട്ട് എടുത്തിട്ട് പിന്നെ അതിനെ സ്ക്വയർ ചെയ്യാം. ഓക്കെ, ഞാൻ 8ൻ്റെ ക്യൂബ് റൂട്ട് എടുത്തിട്ട് അതിനെ സ്ക്വയർ ചെയ്യാൻ പോവാം. രണ്ട് ചെയ്താലും ആൻസർ ഒന്ന് തന്നെ കേട്ടോ കിട്ടുക. നോക്കിക്കോ, 8ൻ്റെ ക്യൂബ് റൂട്ട് എടുത്തിട്ട് അതിനെ സ്ക്വയർ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഞാൻ ആദ്യം 8ൻ്റെ ക്യൂബ് റൂട്ട് എടുത്ത് എത്ര ഇടം വരിക, 8ൻ്റെ ക്യൂബ് റൂട്ട് 2 ആണല്ലേ. അതിനെന്ത് ചെയ്ത് സ്ക്വയർ ചെയ്തു, അപ്പോൾ എത്ര ആൻസർ എത്ര വരിക, 4. ഇപ്പം ആദ്യം മാത്രം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ, അല്ലാണ്ട് കുറച്ചും കൂടെ അഡ്വാൻസ് ചെയ്ത് നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾ ആൻസർ എഴുതി പോകണം. ഓക്കെ, പോയിക്കോ, 16⁻³ അപ്പോൾ എന്താ ആദ്യം ചെയ്യുക, 16ൻ്റെ റൂട്ട് എടുക്കുക. അതിലെളുപ്പം 16ൻ്റെ റൂട്ട് എടുത്താൽ 4 കിട്ടി. ഇനി എന്ത് ചെയ്യുക, ⁻³ ആണ് അവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 4³ 4 × 4 × 4 4 × 4 എത്രയാടാ, 16 16 × 4 എത്രയാ, 64. ആൻസർ കിട്ടിയില്ലേ, ഇത്രയേ ഉള്ളൂ. അടുത്ത് നോക്കിക്കോ, 8⁻⁵3 ഇതെങ്ങനെയപ്പോൾ വരിക, ആദ്യം 8ൻ്റെ ക്യൂബ് റൂട്ട് എടുത്തിട്ട് പിന്നെ അതിനെ 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 8ൻ്റെ ക്യൂബ് റൂട്ട് എടുത്ത് എത്രയാണ് വരിക, 8ൻ്റെ ക്യൂബ് റൂട്ട് 2³ 8 ആണ്. അങ്ങനെയാണ് 8ൻ്റെ ക്യൂബ് റൂട്ട് ആണ് എന്ത്, 2 അല്ലേ. 8ൻ്റെ ക്യൂബ് റൂട്ട് എടുത്ത് 2 കിട്ടി. ഇനി I⁻5 ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ വരിക, 2 × 2 × 2 × 2 × 2 2 5 പ്രാവശ്യം അങ്ങനെ മൾട്ടിപ്ലൈ എന്താ കിട്ടുക, 32 ആയിരിക്കും കിട്ടുക. സംശയമൊന്നുമില്ലല്ലോ. ഇതാ 2 × 2 × 2 × 2 ഇതൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഡയറക്റ്റ് അവിടെ പഠിച്ചു വെക്കാൻ വേണ്ടി എഴുതിയിട്ടുണ്ട്. 2 × 2 4 4 × 2 8 8 × 2 16 16 × 2 32. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാ അടുത്ത് നോക്കിക്കോ, 4⁻³ നോക്കിയാൽ മൈനസ് വന്ന് ഇത്രയും നേരം ചെയ്തെന്ന് ഒന്ന് മാറി. അപ്പോൾ ഈ മൈനസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ആലോചിച്ച് നോക്ക്. മൈനസ് വന്നോ, നിങ്ങൾ ഇങ്ങനെ ഒരു ഒരു മൈനസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ ചെയ്യേണ്ടത്, ഈ നമ്പറിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. 4ൻ്റെ റെസിപ്രോക്കൽ എടുത്ത് എത്രയാണ് കിട്ടുക, 1/4 ആണ് കിട്ടുക. സംശയമില്ലല്ലോ, ഇല്ല. അപ്പോൾ ആ മൈനസിനെ കുറിച്ച് ചിന്തിക്കേണ്ട. വൺസ് നിങ്ങൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ മൈനസിനെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട. ബാക്കിയുള്ള എന്താ, 3/2. കുഴപ്പമില്ലല്ലോ. അതായത് ഈ മൈനസ് കണ്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 4ൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എടുത്തിട്ട് പിന്നെ അതേ നമ്പർ വെച്ചിട്ട് സോൾവ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, ഇതിപ്പോൾ എങ്ങനെയാണ് എഴുതാൻ പറ്റുക, ഇത് 1⁻³ ചെയ്യണം, അതേപോലെ തന്നെ 4⁻³ ചെയ്യണം. എടാ 1⁻³ ഒക്കെ ചെയ്ത് എന്തേ മാറ്റം ഉണ്ടാവും, ഇല്ല, 1 തന്നെയായിരിക്കും. പിന്നെ 4⁻³ ചെയ്യാം. എങ്ങനെ, ആദ്യം 4ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. ഡിനോമിനേറ്റർ 2 അല്ലേ വരുന്നത്, അങ്ങനെയാണെങ്കിൽ 4ൻ്റെ റൂട്ട് എടുത്താൽ 2 കിട്ടും അല്ലേ. പിന്നെ 2ൻ്റെ ⁻³ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ 1/2³ എത്രയാ, 8. ആൻസർ 1/8. സിമ്പിൾ അല്ലേ.
സിമ്പിളാണ്. ഇനി അടുത്തത് 100 റേസ് ടു -3/2. വീണ്ടും മൈനസാണ് വന്നത് അല്ലേ. മൈനസ് വന്നിട്ട് അപ്പം തന്നെ ആ നമ്പറിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ 1/100 ആയി. റേസ് ടു എന്ത് വന്നടാ 3/2. കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണ് ഇതെങ്ങനെയാണ് 1 റേസ് ടു 3/2 ചെയ്യണം, അതേപോലെ തന്നെ 100 റേസ് ടു 3/2 ചെയ്യണം. 1 റേസ് ടു എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 1 തന്നെ. ഓക്കെ. പിന്നെ അത് 100 റേസ് ടു 3/2 എങ്ങനെ ചെയ്യാം? 100ൻ്റെ റൂട്ട് എടുത്തൂടെ. 100ൻ്റെ റൂട്ട് എത്രയാ? 100ൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ 10 ആണ് കിട്ടുക. ഇനി 10 ക്യൂബ് വരും അല്ലേ. ഈ 3 മുകളിലേക്ക് റേസ് ടു ആയിട്ട് വരും. അങ്ങനെയാണ് 1/1000 ആണ് ആൻസർ വരിക. സംഭവം മനസ്സിലായില്ലേ? ഇനി അടുത്തത് 25 റേസ് ടു 3/2. മൈനസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ റെസിപ്രോക്കൽ ഒന്നും എടുക്കണ്ട. 25 അതേപോലെ തന്നെ വെച്ചു. ഇനി എന്താ 25ൻ്റെ റൂട്ട് എടുക്കാം. 25ൻ്റെ റൂട്ട് എടുത്ത് എത്ര കിട്ടുക? 5 അല്ലേ. ഇനി 5ൻ്റെ ക്യൂബ് ചെയ്യാം. അപ്പം 5 × 5 × 5 എത്രയാടാ വരിക? 5 × 5 25. 25 × 5 125. ആൻസർ കിട്ടിയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഐഡിയ മനസ്സിലായില്ല? അപ്പോൾ എക്സ്പോണൻസ് ഇങ്ങനെ ഫ്രാക്ഷണലായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാൻ നമുക്കറിയാമല്ലോ. അപ്പം അത് മനസ്സിലായി. ഓക്കെ. ഇനി നോക്കിക്കോ 2-3 ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം. നോക്കിക്കോ 3/2 ഹോൾ സ്ക്വയർ ഇതെങ്ങനെയാണ് ചെയ്യുക? അതായത് ഇത് ചെറുതായിട്ടൊന്ന് മാറ്റിയില്ലേ. അതായത് നമ്പറിന് പകരം അവിടെ ഫ്രാക്ഷൻ തന്ന് എന്നിട്ട് മുകളിൽ ഒരു നമ്പറായിട്ടും തന്നു. ഓക്കെ. ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ഒന്നുമില്ല. ഈ 2 ടേമിനെയും സ്ക്വയർ എന്താ ഇവിടെ റേസ്റ്റ് 2 അല്ലേ കാണുന്നത്. 2 ടേമിനെയും സ്ക്വയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 3/2 ചെയ്യുക. ഒന്നുമില്ല. 3 സ്ക്വയർ എത്ര വരിക? 9. 2 സ്ക്വയർ എത്ര വരിക? 4. അപ്പോൾ 9/4 ആണ് എന്ത് ആൻസർ വരിക അല്ലേ. ഇതേപോലെ തന്നെ 1/3 ഹോൾ ടു ദ പവർ 3 വന്നു. എന്താ ചെയ്യുക? 1ൻ്റെ ക്യൂബ് ചെയ്യുക. അതേപോലെ തന്നെ 3ൻ്റെ ക്യൂബ് ചെയ്യുക. 1ൻ്റെ ക്യൂബ് ചെയ്താൽ എന്താ 1 തന്നെ. 3ൻ്റെ ക്യൂബ് ചെയ്താൽ 3 × 3 × 3. 3 3s are 9. 9 3s are 27. ഓക്കെ അല്ലേ. ഇനി ഇതേപോലെ അടുത്തത് 1/27 റേസ് ടു 3 എന്ന് വെച്ചാൽ എത്രയാടാ? 1ൻ്റെയും 1/3 ചെയ്യുക, അല്ലെങ്കിൽ 1 റേസ് ടു 1/3 ചെയ്യുക, 27 റേസ് ടു 1/3 ചെയ്യുക. 1 റേസ് ടു എനി നമ്പർ 1 തന്നെ അല്ലേ. 27 റേസ് ടു 1/3 ഇതെന്താ ചെയ്യുക? 27ൻ്റെ ഡിനോമിനേറ്റർ എന്താ കാണുന്നത്? 3. അതായത് 27ൻ്റെ ക്യൂബ് റൂട്ട് എടുത്താൽ മതി അല്ലേ. 27ൻ്റെ ക്യൂബ് റൂട്ട് എടുത്താൽ എത്ര കിട്ടുക? 27ൻ്റെ ക്യൂബ് റൂട്ട് 3 ആണല്ലേ. ഓക്കെ. ഇനി 3 റേസ് ടു 1. ഈ 1 എന്താണ് 3ൻ്റെ മുകളിൽ വന്ന്. എടാ 3 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എന്താ 3 എന്നല്ലേ കിട്ടുക. അപ്പോൾ 1/3 ആണ് ആൻസർ. മനസ്സിലായല്ലോ? നിങ്ങൾക്കൊരു ടോട്ടൽ ഐഡിയ കിട്ടിയില്ലേ? ഇനി ഇതാ കുറച്ചും കൂടെ ഒരു വേറെ ടൈപ്പിലേക്ക് നമുക്ക് കിടക്കാം. നോക്കൂ 25/16 റേസ് ടു 1/2. നോക്കൂ 25/16 റേസ് ടു 1/2 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 റേസ് ടു 1/2 നിങ്ങൾ ചെയ്യണം. അതിനെ ഡിവൈഡ് ചെയ്യണം. എന്തും വെച്ചിട്ട് 16 റേസ് ടു 1/2 വെച്ചിട്ട്. ഓക്കെ. 25 റേസ് ടു 1/2 പറഞ്ഞാൽ എന്താടാ? 25ൻ്റെ റൂട്ട് എടുക്കുക, എന്നിട്ട് റേസ് ടു 1 ചെയ്യുക അല്ലേ. അങ്ങനെയാണ് 25ൻ്റെ റൂട്ട് എടുത്താൽ 5 കിട്ടും. 5 റേസ് ടു 1 അല്ലേ. ഇനി അതേപോലെ തന്നെ 16 റേസ് ടു 1/2. അതായത് 16ൻ്റെ റൂട്ട് എടുത്തു 4 റേസ് ടു 1. എടാ ഇനി നമ്പർ റേസ് ടു 1 അല്ലേ. ഇനി നമ്പർ റേസ് ടു 1 ആ നമ്പർ തന്നെയല്ലേ വരിക. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 5/4 വന്നു. ഓക്കെ അല്ലേ. കിട്ടി. ഇനി അടുത്തതിനൊരു മാറ്റം വന്ന് നോക്ക്. 121/25 റേസ് ടു -1/2. എന്താണ്? വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ മൈനസ് വന്ന് അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക അല്ലേ. മൈനസ് വന്നാൽ ഇവിടെയുള്ള നമ്പർ പാർട്ടിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. 121/25ൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ എന്താ വരിക? 25/121 വരും. സംശയമില്ലല്ലോ. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ തല തിരിച്ചിടുക, അത്രേ ഉള്ളൂ. ഓക്കെ. 25/121 വന്ന്. ഇനി റേസ് ടു എന്താ ഉള്ളത്? ഈ മൈനസ് ഇനി മൈൻഡ് ആക്കണ്ട. റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ മൈനസിനെ നമ്മൾ എന്ത് ചെയ്യണ്ട? മൈൻഡ് ആക്കണ്ട. റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ മൈനസിനെ മൈൻഡ് ആക്കണ്ട. ഓക്കെ. ഇനി ഇതിങ്ങനെ വന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ 25 റേസ് ടു 1/2 നിങ്ങൾ ചെയ്യണം. അതേപോലെ തന്നെ 121 റേസ് ടു 1/2 നിങ്ങൾ ചെയ്യണം. ഓക്കെ. 25 റേസ് ടു 1/2 പറഞ്ഞാൽ എന്താ? 25ൻ്റെ റൂട്ട് എടുക്കുക, എന്നിട്ട് റേസ് ടു 1 കൊടുക്കുക. 25ൻ്റെ റൂട്ട് എടുത്താൽ 5 റേസ് ടു 1 പ്രശ്നമില്ല. 121 റേസ് ടു 1/2 എന്താണ്? 121ൻ്റെ റൂട്ട് എടുത്താൽ 11. ഇനി ഒരു 1 ഉണ്ടല്ലേ, അത് റേസ് ടു 1 കൊടുക്കുക. ഏതെങ്കിലും നമ്പർ റേസ് ടു 1 ആണെങ്കിൽ ആ നമ്പർ തന്നെ വരും. അപ്പോൾ 5/11 ഇസ് ദ ആൻസർ. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. ഓക്കെ. ഇനി ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. 25/121 റേസ് ടു -3/2. ഇതെങ്ങനെയാണ് ചെയ്യുക? മൈനസ് ആണ് ഇവിടെ അല്ലേ. അപ്പം തന്നെ റെസിപ്രോക്കൽ എടുക്കുക. അങ്ങനെയാണ് 121/25 എന്ന് വന്നു. ഇനി എന്ത് ചെയ്യുക? ആ 3/2 കൊടുക്കുക. ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടത്? 121 റേസ് ടു 3/2 നിങ്ങൾ ചെയ്യണം. അതോടൊപ്പം തന്നെ 25 റേസ് ടു 3/2 നിങ്ങൾ ചെയ്യണം. ഓക്കെ. 121 റേസ് ടു 3/2 ചെയ്യുമ്പം ഞാൻ എപ്പോഴും ആദ്യം ചെയ്യുക ഈ ഡിനോമിനേറ്റർ പാർട്ടില്ല, അത് റൂട്ട് എടുക്കുക, സ്ക്വയർ റൂട്ട് എടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുക. അതാണ് ഞാൻ ആദ്യം ചെയ്യുക. കാരണം ഇത് 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ക്യൂബൊക്കെ എടുക്കുക പറഞ്ഞാൽ നമ്പർ വളരെ വലുതാവും. അതിൽ നല്ല ഇതിൻ്റെ റൂട്ട് എടുത്തിട്ട് പിന്നെ അതിനെ ക്യൂബ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ. അങ്ങനെയാണ് 121ൻ്റെ റൂട്ട് എടുത്ത് എത്ര കിട്ടുക? 11 വരും. സംശയമില്ലല്ലോ. 11ൻ്റെ ക്യൂബ് ചെയ്യണം. അതോടൊപ്പം തന്നെ എന്താണ്? 25ൻ്റെ റൂട്ട് എടുക്കുക 5 അല്ലേ. പിന്നെ എന്ത് ചെയ്യുക? അതിനെ ക്യൂബ് ചെയ്യുക. അപ്പോൾ ആൻസർ ഇതല്ല കിട്ടുക. അങ്ങനെയാണെങ്കിൽ 11 × 11 × 11 ഡിവൈഡഡ് ബൈ 5 × 5 × 5 വന്നു. ഓക്കെ. ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് സോൾവ് ചെയ്തുകൂടെ? എങ്ങനെ സോൾവ് ചെയ്യാം? 11 × 11 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11ൻ്റെ സ്ക്വയർ, അത് 121 ആണെന്ന് നമുക്കറിയാം അല്ലേ.
121 ഇൻറ്റു ഇനി ഒരു 11 കൂടെ ഇല്ലേ 121 ഇൻറ്റു 11 ബൈ 5ൻ്റെ ക്യൂബ് നിങ്ങൾക്ക് ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ടോ എത്രയാ 125 അല്ലേ. ഓക്കെ, ഇനി ഈ ന്യൂമറേറ്റർ പാർട്ട് നിങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? അതിലൊക്കെ വേണമെങ്കിൽ ഒരുപാട് ട്രിക്സ് യൂസ് ചെയ്യാം. 121 ഇൻറ്റു 11 അല്ലേടാ നമുക്ക് ചെയ്യേണ്ടത്, 121 ഇൻറ്റു 11 ആണ് ചെയ്യേണ്ടത്. ഇനി വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യം 121 ഇൻറ്റു 10 ചെയ്തിട്ട് 121 ഇൻറ്റു 1 കൊണ്ട് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം സംഭവം നമുക്ക് ഇതേ ആൻസർ ആണ് കിട്ടുക. 121 ഇൻറ്റു 11 വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് 121 ഇൻറ്റു 10 പ്ലസ് 121 ഇൻറ്റു 1 എന്ന് ചെയ്യാം. അങ്ങനെയാണ് 121 ഇൻറ്റു 10 എത്രയാ? അറിയാത്ത പ്രശ്നമില്ലല്ലോ, ഒരു 0 കൂടെ ഇട്ടെടുക്കുക. ഇനി 121 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താ 121 തന്നെ. ഇത് ഡയറക്റ്റ് ആഡ് ചെയ്താൽ മതി. എത്ര വരിക? 1210 പ്ലസ് 121. ആൻസർ എത്ര വരിക? 1 വന്ന് ഇവിടെ 3 വന്ന് ഇവിടെ 3 വന്ന് ഇവിടെ ഇതാ ആൻസർ വരിക 1331. ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഇതിനൊക്കെ വേറെയും ഷോർട്ട് ട്രിക്സ് ഉണ്ട്, പക്ഷെ എന്താ ഇതാണ് ഏറ്റവും നിങ്ങൾക്ക് എപ്പോഴും ചെയ്തു നോക്കാൻ പറ്റുന്നൊരു സാധനത്തല്ലേ. ഓക്കെ, അപ്പോൾ 1331 ബൈ 125 ആൻസർ കിട്ടിയില്ലേ? കിട്ടി. ഇതാ അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കിക്കോ. ഇതൊക്കെ ഇനി ഇപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാം. നോക്കിക്കോ, 81 ബൈ 49 റേസ് ടു 1/2. ഒന്നുമില്ലടാ, രണ്ട് പേർക്കും ഈ റൂട്ട് എടുത്താൽ പോരെ. 81ൻ്റെ റൂട്ട് എടുത്താൽ 9, 49ൻ്റെ റൂട്ട് എടുത്താൽ 7. 9/7 ഇസ് ദ ആൻസർ അല്ലേ. ഈ 16 ബൈ 49 റേസ് ടു 3/2. എന്ത് ചെയ്യണം? 16ൻ്റെ റൂട്ട് എടുക്കുക. എത്ര? 4. 49ൻ്റെ റൂട്ട് സോറി ഇത് റേസ് ടു -3/2 അല്ലേ. അപ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എടുത്ത് എത്ര വരിക? 49/16 വന്ന് അല്ലേ. ഇനി ആ മൈനസ് മൈൻഡ് ചെയ്യണ്ട. ഇനി എന്താണ് 3/2, കുഴപ്പമില്ലല്ലോ. ഇനി നോക്കിക്കോ, 49ൻ്റെ റൂട്ട് എടുക്കുക. എത്ര? 7. 16ൻ്റെ റൂട്ട് എടുക്കുക. എത്ര? 4. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ രണ്ടിൻ്റെയും ക്യൂബ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ എത്ര വരിക? 7 × 7 × 7 ഡിവൈഡ് ബൈ 4 × 4 × 4. ഇത് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ചെയ്യാനൊന്നുമില്ല, സിമ്പിളാ. 7 × 7 എന്ന് പറഞ്ഞാൽ 49 വന്നു. 49 × 7 ചെയ്യാം. 9 7s are 63. ഇതെത്ര? 28 വന്നു. 28 പ്ലസ് 6 എത്ര? 34. 343 ബൈ എത്ര വന്നടാ? ഇതെത്ര? 64 വരും. ഇതാണ് ആൻസർ വരിക. ഓക്കെ, നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനൊക്കെ നിങ്ങൾ സ്ട്രോങ് ആക്കുക. ഇനി ഡിവൈഡ് ചെയ്യാനൊക്കെ ഉള്ള ഈസി ട്രിക്സ് ആയിട്ട് നമ്മൾ ഇനി ഇങ്ങനെ വരുന്ന സീരീസിൽ ഞാൻ ഇങ്ങനെ ഓരോരോ ട്രിക്സ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കോളാം. അടുത്തത് ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? a⁻m + a⁻n. ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യുക? അങ്ങനെ വന്നാൽ പ്രത്യേകിച്ച് ഐഡൻറ്റിറ്റി ഒന്നുമില്ല. നമ്മൾ a⁻m കണ്ടുപിടിക്കുക, a⁻n ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഉദാഹരണത്തിന് 10⁻2 + 10⁻3 നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക? 10�5 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. എങ്ങനെ എഴുതുക? ആദ്യം 10⁻2 എത്രയാ? അത് 100 ആണ്, കുഴപ്പമില്ലല്ലോ. 10⁻3 എത്രയാ? 1000 ആണ് അല്ലേ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എത്ര വരിക? 1000 + 100 1100 വരും അല്ലേ. ഓക്കെ, 1100 വന്നു. ഇനി നോക്കിക്കോ, ഇതിനെ വേണമെങ്കിൽ വേറെ രീതിക്ക് ചെയ്യാം. എങ്ങനെ? ഇവിടുന്ന് രണ്ട് പേരിലും ഒരാളെ കോമൺ ആക്കിയിട്ട് എടുക്കാം. ഇത് 10⁻2 ഉണ്ട് പ്ലസ് 10⁻3 ഉണ്ട്. ഞാൻ 10⁻2നെ കോമൺ ആക്കിയിട്ട് എടുക്കാൻ എൻ്റെ പ്ലാൻ വിചാരിക്കും. കോമൺ ആക്കിയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ടേമിൽ എന്ത് വരും? ഇവിടുന്ന് 10⁻2നെ ഞാൻ പുറത്തെടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 1 അല്ലേ വരിക? കുഴപ്പമില്ലല്ലോ, ഇല്ല. പ്ലസ് 10⁻3 എന്നൊരു 10⁻2നെ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ 10⁻1 അല്ലെങ്കിൽ 10 ബാക്കി ഉണ്ടാവും അല്ലേ. സംശയമില്ലല്ലോ. ഇതെത്ര വരിക? 10 + 1 എത്രയാണ്? 11. അതായത് 10⁻2 ഇൻറ്റു ഈ ബ്രാക്കറ്റ് സോൾവ് ചെയ്താൽ 11 കിട്ടും. 11 × 100 എന്ന് വെച്ചാൽ 1100. ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ മീൻസ് എഡിഷനൊക്കെ ഇങ്ങനെയാണ് ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എക്സ്പോണൻസിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കുന്നു. ഇനി നമ്മൾ ഡെസിമൽസും ഫ്രാക്ഷനും ബാക്കി നമ്മൾ എഴുതിയ സാധനങ്ങളില്ലേ, അതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം? കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.